ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 6 പാർട്ട് 8 വിവിധ തരം സൈക്കോളജിസ്റ്റുകളുടെ തിയറമുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലേണിംഗ് തിയറീസ് അതായിരുന്നു നമ്മുടെ ടോപ്പിക്. അടുത്തതായി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു തിയറമിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ജീൻ പിയാഷെ എന്ന ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന ഒരു ലേണിംഗ് തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കോഗ്നിറ്റീവുമായി ബന്ധപ്പെട്ട് കോഗ്നീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ഒരു സംഭാവന ചെയ്ത ഒരു സ്വിസ് ചൈൽഡ് സൈക്കോളജിസ്റ്റാണ് ജീൻ പിയാഷെ. പറയുന്നത് ശരിക്കും ലേണിംഗ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള അല്ലെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടുന്ന അല്ലെങ്കിൽ മറ്റു പല ഭാഗത്തു നിന്നും കിട്ടുന്ന അറിവുകൾ നമ്മൾ ശേഖരിക്കുക എന്നതല്ല. അതിനപ്പുറത്ത് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്സ്. ഇതാണ് ജീൻ പിയാഷെയുടെ മെയിൻ കണ്ടെത്തലുകൾ. ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്സ് comprising successive stages of adoption to reality during which learners actively construct knowledge. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറമിന് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയാൻ കാരണം. ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളജ് ബൈ ക്രിയേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദെയർ ഓൺ തിയറീസ് ഓഫ് ദ വേൾഡ്. യഥാർത്ഥത്തിൽ ലേണിംഗ് എന്നത് നടക്കുന്നത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരാൾ, ഒരു ചൈൽഡ്, അവൻ തന്നെ ആക്റ്റീവായിക്കൊണ്ട് പല കാര്യങ്ങളും കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അവരുടെ തിയറം, സ്വന്തമായ തിയറം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടാണ് പല നോളജുകളും നേടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഐഡിയ. യഥാർത്ഥത്തിൽ പിയാഷെ തിയറി ഹാസ് 2 മേജർ പാർട്സ്. പിയാഷെയുടെ തിയറിക്ക് 2 പാർട്ടുകളായിരുന്നു. ഏജസ് ആൻഡ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വാട്ട് ചിൽഡ്രൻ ക്യാൻ ആൻഡ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് അറ്റ് ഡിഫറെൻറ്റ് ഏജസ്. ഓരോ ഏജിലും കുട്ടികൾക്ക് എന്ത് മനസ്സിലാകും, എന്ത് മനസ്സിലാവില്ല, എന്തൊക്കെ കോഗ്നിറ്റീവ് എബിലിറ്റീസാണ് ഓരോ വയസ്സിലും കുട്ടികൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവുക. കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ്, കോഗ്നീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താപരമായ കഴിവുകളാണ്. ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുകളെയാണ് കോഗ്നീഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം 2 പാർട്ടുകളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്, ഏജസ് ആൻഡ് സ്റ്റേജസ്. അപ്പോൾ പിയാഷെ തിയറിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഏജസ് ആൻഡ് സ്റ്റേജസ് എന്ന് നമുക്ക് ഓർമ്മ വരണം. അപ്പോൾ ഓരോ സ്റ്റേജിലും ഒരു കുട്ടിക്ക് എന്തൊക്കെയാണോ ഒരു കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, എന്തൊക്കെയാണോ അതിന് പറ്റാത്തത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പിയാഷെ വിശദീകരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് ദാറ്റ് വിൽ ബി ദ ഫോക്കസ് ഹിയർ ബിക്കോസ് ഇറ്റ് ഈസ് ദ മേജർ ഫൗണ്ടേഷൻ ഫോർ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചസ് ടു ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ തിയറമായിട്ട് ലോകത്ത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് തിയറിയിൽ പറയപ്പെടുന്നത്, human cannot be given information. Please note the point. Human cannot be given information which they immediately understand and use. അതായത് ഏതെങ്കിലും ഒരു മനുഷ്യന് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നൽകപ്പെട്ടാൽ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനോ യൂസ് ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് പിയാഷെയുടെ വാദം. നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുത്താൽ, അങ്ങോട്ട് തള്ളിക്കൊടുത്താൽ, ഉദാഹരണത്തിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ഇരുത്തി ഒരു തിയറം ചവിട്ടിപ്പിടിച്ച് പഠിപ്പിക്കുകയാണ്, പച്ചക്കതാണ്. അതാണ് ആ തിയറമിൽ നിങ്ങൾ പച്ചയായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിയെ ഇരുത്തിയിട്ട് കുത്തിക്കയറ്റുക എന്നൊക്കെ പറയൂലേ, തിരികെ കയറ്റുക, ആ രീതിയിലേക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അതൊരിക്കലും തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക്
പെട്ടെന്ന് മനസ്സിലാക്കാനും അതേപോലെ പെട്ടെന്ന് യൂസ് ചെയ്യാനും തക്ക രീതിയിലുള്ള ഇൻഫർമേഷനുകൾ ഒരിക്കലും മനുഷ്യന് കൊടുക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇൻസ്റ്റഡ് അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഹ്യൂമൻസ് മസ്റ്റ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ്. മനുഷ്യൻ അവരുടേതായ നോളജുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കുട്ടിയെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിയാഷെയുടെ തിയറി പ്രകാരം ഒരു കൊച്ചു കുട്ടിയെ ഒരു ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, അപ്പോൾ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് വെള്ളം എന്ത് ചെയ്യുന്നത് ഒഴിക്കേണ്ടത്, ഒരു ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ആ കുട്ടി തന്നെ അത് ചെയ്ത് പഠിച്ച് കൺസ്ട്രക്ട് ചെയ്ത് ആ നോളജ് നേടണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. എക്സ്പീരിയൻസസ് എനാബിൾ ദം ടു ക്രിയേറ്റ് സ്കീമാസ്. എക്സ്പീരിയൻസുകളാണ് അവരുടെ സ്കീമകൾ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്നത്. എന്താണ് സ്കീമ എന്ന് പറയുന്നത്? ദേ ആർ ദ റെപ്രസെൻറ്റേഷൻ ഇൻ ദ മൈൻഡ് ഓഫ് എ സെറ്റ് ഓഫ് പെർസെപ്ഷൻസ്, ഐഡിയാസ് ആൻഡ് ആക്ഷൻസ് വിച്ച് ഗോ ടുഗദർ. അവരുടെ മനസ്സിലേക്ക് വരുന്ന കാഴ്ചപ്പാടുകളും പെർസെപ്ഷൻസും ഐഡിയകളും ആക്ഷനുകളും ഇത് ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥയാണ് സ്കീമ എന്ന് പറയുന്നത്. ഇതുണ്ടാവണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അനുഭവങ്ങൾ വേണം. അതുകൊണ്ടാണ് പിയാഷെ പറയുന്നത് കുട്ടികൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവുന്നതക്ക രീതിയിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ കൊടുക്കണം. അങ്ങനെ വേണം അവരത് പഠിക്കാൻ. അതുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യണം. ദേ ഹാവ് ടു കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് ത്രൂ എക്സ്പീരിയൻസസ്. അതല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിക്കാനും തക്ക രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും നമ്മൾ കൊടുക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ദീസ് സ്കീമാസ് ആർ ചേഞ്ച്ഡ്, എൻലാർജ്ഡ് ആൻഡ് മെയ്ഡ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ത്രൂ ടു കോംപ്ലിമെൻ്ററി പ്രോസസ്. ഇദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് അസിമിലേഷൻ എന്ന് പറയും. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ ടേക്സ് മെറ്റീരിയൽ ഇൻ ടു ദെയർ മൈൻഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ് which may mean changing the evidence of their senses to make it fit. Assimilation എന്ന് പറഞ്ഞാൽ a process by which a person takes material into their mind. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരാൾ ഒരു വിവരത്തെ തൻ്റെ മൈൻഡിലേക്ക് എടുക്കുന്നത്, ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു വിവരത്തെ, ഒരു എക്സ്പീരിയൻസിനെ തൻ്റെ മൈൻഡിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അക്കോമഡേഷനാണ്. അക്കോമഡേഷൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് മെയ്ഡ് ടു വൺസ് മൈൻഡ് ഓർ കോൺസെപ്റ്റ്സ് ബൈ ദ പ്രോസസ് ഓഫ് അസിമിലേഷൻ. ഈ അസിമിലേഷൻ നടക്കുന്ന സമയത്ത് ഓരോ ആളുടെയും മൈൻഡിലേക്ക് ഇത് വിവിധ രീതികളിലാണ് ഈ കോൺസെപ്റ്റുകൾ പോവുക. ഉദാഹരണത്തിനാണ് ഇപ്പം നമുക്ക് ചുറ്റുപാടും പറയുകയാണ്, നമ്മുടെ പെർസെപ്ഷൻ മാറും. ഒരാണും ഒരു പെണ്ണും നടന്നു പോവുകയാണെങ്കിൽ ചില ആളുകൾ അത് കണ്ടാൽ പറയും അതൊരു ബ്രദറും സിസ്റ്ററുമാണ്. ചില ആളുകൾക്ക് മൈൻഡിലേക്ക് പോകുന്നത് അത് ഭാര്യ ഭർത്താവുമാണ്. മറ്റൊരാളുടെ മൈൻഡിലേക്ക് പോകുന്നത് അത് കമിതാക്കളാണ്. ഇത് രീതിയിലേക്ക് പോകാം. അപ്പോൾ കണ്ടത് ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ നമ്മുടെ മൈൻഡിലേക്ക് അത് പോകുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻസോ മാറാം. അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്, അസിമിലേഷൻ അതേപോലെ തന്നെ അക്കോമഡേഷൻ. അപ്പോൾ ഇതാണ് ജീൻ പിയാഷെയുടെ തിയറി. ഒരിക്കൽ കൂടി ജീൻ പിയാഷെയുടെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏതും തന്നെ കുട്ടികളിലേക്ക് ഇമ്പോസ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് തിരികെ കയറ്റി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുണ്ടാക്കേണ്ടതല്ല. അതിനപ്പുറത്തേക്ക് സ്വന്തമായ എക്സ്പീരിയൻസുകളിലൂടെ അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതാണ് ജീൻ പിയാഷെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിങ് ബോത്ത് ഇൻ്റലക്ച്വൽ ആൻഡ് എഫക്റ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രസസ് ടുവേർഡ്സ് ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് ആൻഡ് സ്റ്റേബിൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ടും പിയാഷെയുടെ തിയറിയുമായി പഠിക്കാനുള്ളത്, പിയാഷെ സജസ്റ്റഡ് ദാറ്റ് ദർ ആർ 4 മെയിൻ സ്റ്റേജസ് ഇൻ ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആസ് ഫോളോസ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ 4 സ്റ്റേജുകളിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ 4 സ്റ്റേജുകൾ നിങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ പിയാഷെ പറയുന്നത് ദർ ആർ 4 മെയിൻ സ്റ്റേജസ് ഇൻ ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. എന്തൊക്കെയാണ് ആ ഒരു കോഗ്നിറ്റീവ് സ്റ്റേജുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. അതായത് ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള സമയത്തെയാണ് ജീൻ പിയാഷെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് വിളിച്ചത്. ഈ 2 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഈ 2 വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ദ ചിൽഡ്രൻ പാസ് ത്രൂ എ സെൻസറി മോട്ടോർ സ്റ്റേജ് ഡ്യൂറിങ് വിച്ച് ദേ പ്രോഗ്രസ് ഫ്രം കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് dominated by instinctual drives and undifferentiated emotions to more organized systems of concrete concepts. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കുട്ടികൾ സെൻസറി ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇൻ ദിസ് സ്റ്റേജ് ദേ ആർ അണേബിൾ ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ചിന്തകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ കാണാം, 2 വയസ്സുള്ള കുട്ടി ചിലപ്പോൾ അമ്മയെ അയാളുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്തു, ഇടിക്കും അല്ലേ, ഇടിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അവർക്ക് വേദനിക്കുമെന്നൊന്നും ചിന്തിക്കാൻ അവർക്ക് കഴിവില്ല. ഞാനൊരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരു അമ്മ പറഞ്ഞ ഒരു അനുഭവം. അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് 2 വയസ്സായ ഒരു കുട്ടി, 2 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ഒരു വളരെ ഭാരമേറിയ ഒരു സാധനം കൊണ്ട് അമ്മ ആ സമയത്ത് ഗർഭിണിയാണ്. അപ്പോൾ 2 വയസ്സ് പ്രായമുള്ള കുട്ടി ഈ ഭാരമേറിയ സാധനം കൊണ്ട് അമ്മയുടെ വയറ്റത്തേക്ക് അടിച്ചു. അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ആയി ആകെ വലിയ പ്രയാസമായ ഒരു അവസ്ഥ. അപ്പോൾ ഈ കുട്ടിക്ക് അറിയില്ല എൻ്റെ അമ്മ ഗർഭിണിയാണെന്നോ ഇങ്ങനെ ഇടിച്ചാൽ ഇങ്ങനെ വേദനിക്കുമെന്നോ. അതാണ് പറയുന്നത് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അവർക്ക് സങ്കടം വരുമെന്നൊന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഈ ഒരു 7 വയസ്സ് വരെ എന്ന് പറയുന്നത് ചിൽഡ്രൻ ബിഗിൻ ടു യൂസ് ലാംഗ്വേജ് ടു മേക്ക് സെൻസ് ഓഫ് റിയാലിറ്റി. അതായത് they learn to classify objects using different criteria and to manipulate numbers. നമ്പറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രത്യേകമായ ഒബ്ജക്റ്റുകളെ വിവിധ ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാനുമുള്ള കഴിവ് ഈ 2 വയസ്സിനും 5-7 വയസ്സിനും ഇടയിൽ ഉണ്ടാകും. അപ്പോൾ നീളമുള്ളത്, ലോങ് ഷോർട്ട്, ഹാർഡ് സോഫ്റ്റ് അല്ലേ, അതേപോലെ തന്നെ പിന്നെ കയ്പുള്ളത് മധുരിക്കുന്നത്, ഇങ്ങനെ നമുക്ക് ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാൻ ഇവർക്ക് ഈ ഒരു സമയത്ത് നിന്നുണ്ടാകും, തീർച്ചയായും കഴിവുണ്ടാകും. ചിൽഡ്രൻസ് ഇൻക്രീസിങ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഓപ്പൺ ദ വേ ഫോർ ഗ്രേറ്റർ സ്പെഷ്യലൈസേഷൻ ഓഫ് ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ്. ഈ സമയത്താണ് ലിംഗ്വിസ്റ്റിക് സ്കില്ലുകൾ വളരുന്നത്. അവർക്ക് സംസാരിക്കാനും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും സോഷ്യലൈസേഷൻ നടത്താനുമുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ദ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. ഈ സമയത്ത് ദിസ് പോയിന്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ബിഗിൻ ടു തിങ്ക് മോർ ലോജിക്കലി. അവരുടെ ചിന്തകളൊക്കെ ലോജിക്കലായിട്ട് ചിന്തും. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ. അതേപോലെ തന്നെ അവരുടെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എല്ലാം ഈ സമയത്ത് വളരെ കൃത്യമായി നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് അവരുടെ ലോജിക്കലായിട്ടുള്ള തിങ്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമമാകൂലേ, അവർക്ക് ഫീലാകൂലേ, അതേപോലെ തന്നെ മറ്റൊരാൾക്ക് വിഷമമാകൂലേ എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. അതേപോലെ തന്നെ ഈ സമയത്ത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലൊരു പ്രത്യേകത, കുട്ടികൾ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ സമപ്രായക്കാരനും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ചിന്ത ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നാലാമത്തേത് ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 ഇയേഴ്സ് ആൻഡ് എബോ ആണ്. അതായത് ഈ ഒരു 12 ഇയേഴ്സ് മുതൽ അഡോളസെൻ്റ് വരെ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് പിയാഷെ തിയറി ഇൻവോൾവ്സ് ആൻ ഇൻക്രീസ് ഇൻ ലോജിക്, ദ എബിലിറ്റി ടു യൂസ് ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആബ്സ്ട്രാക്ട് ഐഡിയാസ്. അപ്പോൾ ഒരുപാട് ആബ്സ്ട്രാക്റ്റ് ഐഡിയകൾ വരും, ഒരുപാട് പുതിയ സൊല്യൂഷൻസ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ
ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസൊക്കെ ചിന്തിക്കാനും അതിനെ നേരിടാനും അതിനെ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് ഇവർക്കുണ്ടാകും. അതേപോലെ തന്നെ സയൻറ്റിഫിക്കലായിട്ട് ചിന്തിക്കാനും അവരുടെ ലോകത്തെക്കുറിച്ച് സയൻറ്റിഫിക്കലായിട്ട് ചിന്തിക്കാനും പല കണ്ടെത്തലുകളൊക്കെ നടത്തുന്ന ഒരു സ്റ്റേജാണ് ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജുകളായിട്ടാണ് ജീൻ പിയാഷെ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ലേണിംഗ് തിയറമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം തിയറി. ഇത് വിഗോസ്കി എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിഗോസ്കി എന്ന് പറയുന്നത് പിയാഷെയുടെ വ്യൂ തന്നെയാണ്, ഏകദേശം സമാനമായ വ്യൂസ് തന്നെയാണ്, ജീൻ പിയാഷെയുടെ വ്യൂസ് തന്നെയാണ് വിഗോസ്കിയും കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നോക്കിയാലും സോഷ്യൽ ലേണിംഗ് തിയറി ബൈ വിഗോസ്കി എന്ന് കാണാം. ഇദ്ദേഹത്തിൻ്റെ തിയറി തന്നെ വിളിക്കുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ്. അപ്പോൾ വിഗോസ്കി പറയുന്നത് ഡിസ്കവറി ലേണിങ്ങിനേക്കാൾ അപ്പുറത്ത് സ്വന്തമായി കണ്ടെത്തുന്നതിന് പകരം ചിൽഡ്രൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ലേണിംഗ്. ദ ടീച്ചർ ആൻഡ് ഓൾഡർ ചിൽഡ്രൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ലേണിംഗ്. ടീച്ചറും ആ ക്ലാസ്സിലെ മുതിർന്ന കുട്ടികളും പഠനത്തിൽ വലിയ റോള് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഒരാളുടെ സപ്പോർട്ടും ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു ഐഡിയയാണ് വിഗോസ്കിയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വരുന്നത്. ഈ ആർഗ്യൂഡ് ദാറ്റ് ഓൾ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒറിജിനേറ്റ് ഇൻ ആൻഡ് മസ്റ്റ് ദെയർഫോർ ബി എക്സ്പ്ലെയിൻഡ് ആസ് പ്രോഡക്ട്സ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പഠനം നടക്കുന്നുള്ളൂ, ലേണിംഗ് നടക്കുന്നുള്ളൂ. ആൻഡ് ലേണിംഗ് വാസ് നോട്ട് സിംപ്ലി ദ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ഓഫ് ന്യൂ നോളജ് ബൈ ലേണേഴ്സ്. ലേണേഴ്സ് ഇങ്ങനെ കുറേ അക്കോമഡേറ്റ് ചെയ്ത് അസിമിലേറ്റ് ചെയ്ത് ഉണ്ടാവുന്നതല്ല, മറിച്ച് അത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചറുണ്ട്, ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ ഓൾഡർ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലെ മുതിർന്ന കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കിയ കുട്ടികളുണ്ടാകും. ഇവരൊരു കാര്യം പഠിപ്പിക്കുമ്പോഴാണ് കുട്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന ഒരു ചിന്താഗതിയാണ് വിഗോസ്കിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇറ്റ് വാസ് ദ പ്രോസസ് ബൈ വിച്ച് ലേണേഴ്സ് വേർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു എ നോളജ് കമ്മ്യൂണിറ്റി. ഒരു നോളജ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ. ദ ടീച്ചർ ഈസ് ടിപ്പിക്കലി ആക്റ്റീവ് ആൻഡ് ഇൻവോൾവ്ഡ്. ഇയാൾ പറയുന്നത് ടീച്ചർ പൂർണ്ണമായും ആക്റ്റീവായിരിക്കണം, ഇൻവോൾവ്ഡ് ആയിരിക്കണം. ദ ക്ലാസ് റൂം ഷുഡ് പ്രൊവൈഡ് വെറൈറ്റി ഓഫ് ലേണിംഗ് മെറ്റീരിയൽ ആൻഡ് എക്സ്പീരിയൻസസ്. ഒരുപാട് എക്സ്പീരിയൻസുകളും ലേണിംഗ് മെറ്റീരിയലുകളും ക്ലാസ് റൂമുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് കൾച്ചറൽ ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, സോഷ്യൽ ആവട്ടെ, എന്താവട്ടെ, അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകളൊക്കെ ക്ലാസ്സുകളിൽ കൊടുക്കണം. ടീച്ചർ പൂർണ്ണമായും ആക്റ്റീവായിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ZPD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇത് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കോൺസെപ്റ്റാണ് ZPD എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഒബ്സർവേഷൻ ദാറ്റ് ചിൽഡ്രൻ വെൻ ലേണിംഗ് എ പർട്ടിക്കുലർ ടാസ്ക് ഓർ ബോഡി ഓഫ് ഇൻഫർമേഷൻ സ്റ്റാർട്ട് ഔട്ട് ബൈ നോട്ട് ബീങ് ഏബിൾ ടു ഡു ദ ടാസ്ക്. അതായത് കുട്ടികൾ ഒരു കാര്യം പഠിക്കുന്നതിനെ കുറിച്ചുള്ള ഒബ്സർവേഷനാണ്. ഇപ്പോൾ സാധാരണ അറിയാം, കുട്ടി ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ആദ്യം ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, നമ്മൾ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ ഒരാൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊരു ഒബ്സർവേഷൻ, ശരിക്കും ആ ഒബ്സർവ് ചെയ്തിട്ടാണ് കുട്ടി ഒന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ അതിലറിയാം then they can do it with the assistance of an adult or older child mentor, and finally they can do it without assistance. അപ്പോൾ ആദ്യം ഒബ്സർവേഷൻ കൊടുക്കും അല്ലേ. ഒബ്സർവേഷൻ കൊടുത്തതിന് ശേഷം ഒരു അഡൽറ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ സഹായത്തോടു കൂടി അവർക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെൻറ്ററുടെ സഹായത്തോടുകൂടി ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈനലി പിന്നെ ആരുടെയും സഹായമില്ലാതെ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. The ZPD is the stage where they can do it assisted but not alone. ZPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാളുടെ അസിസ്റ്റൻസ്, ഒരാളുടെ സഹായത്തോടു കൂടി ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിനെയാണ് ZPD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കണം, ഒരു കുട്ടി ഒരു മെറ്റീരിയൽ പഠിക്കുന്നു, ഇപ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും ആ ആക്ടിവിറ്റി പഠിക്കുന്നത് ഫസ്റ്റ് ഒബ്സർവേഷനാണ്. ഇപ്പോൾ നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ തന്നെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടി ആദ്യം ചെയ്യുന്നത് എന്താണ്, ഒബ്സർവേഷനാണ്.
ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടാണ് മറ്റൊരാളുടെ സഹായത്തോടെ ആ കുട്ടി ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ ZPD എന്ന് പറയുന്നത് അവർക്ക് അസിസ്റ്റൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു ലെവലിനെയാണ്, സ്റ്റേജിനെയാണ് ZPD എന്ന് പറയുന്നത്. So Vygotsky's observations led him to propose a complete relationship between language and thought. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുകയാണ്. സ്പീച്ച് ആൻഡ് തോട്ട് ഹാവ് ഡിഫറെൻറ്റ് ഒറിജിൻസ് വിത്തിൻ ദ ഹ്യൂമൻ ഇൻഡിവിജ്വൽ. സ്പീച്ച് അതേപോലെ ചിന്ത, തോട്ട് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒറിജിനാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഹി ഡിസ്ക്രൈബ്ഡ് തോട്ട് ആസ് എ നോൺ വെർബൽ. അത് നോൺ വെർബലാണ്. തോട്ട് എന്ന് പറയുന്നത് നോൺ വെർബലാണ് അല്ലേ? നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നോൺ വെർബലാണ്, വാക്കുകൊണ്ടൊന്നും പറയുന്നില്ല, മനസ്സിൽ ചിന്തിക്കുകയാണ്. ആൻഡ് സ്പീച്ച് ഹാവിങ് എ പ്രീ ഇൻ്റലക്ച്വൽ സ്റ്റേജ് ഇൻ വിച്ച് വേർഡ്സ് ആർ നോട്ട് സിംബൽസ് ഫോർ ദ ഒബ്ജക്ട്സ് ദേ ഡിനോട്ട് ബട്ട് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒബ്ജക്ട്സ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് സ്പീച്ച് എന്ന് പറയുന്നത് അത് ശരിക്കും പല വാക്കുകളും അതല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള പല പ്രോപ്പർട്ടീസുകളുമാണ് സ്പീച്ചിൽ വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു 2 വയസ്സ് വരെ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് തോട്ട് ആൻഡ് സ്പീച്ച് ബിക്കം കണക്റ്റഡ്. അതിനുശേഷമാണ് അവരുടെ ചിന്തകളും സ്പീച്ചുകളും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടും കൂടി വിഗോസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിഗോസ്കി എന്ന് പറയുന്നത് പിയാഷെയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൺസിഡേർഡ് ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ ഏജ് 2 ആസ് അറ്റ്ലീസ്റ്റ് പാർഷ്യലി ഡിറ്റർമൈൻഡ് ബൈ ലാംഗ്വേജ്. ശരിക്കും ഇദ്ദേഹം പറയുന്നത് ഏജ് 2 വയസ്സ് കഴിഞ്ഞാൽ ഒരാളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജിനെ ഡിറ്റർമൈൻ ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അറിയാം, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലി ഇൻട്രാക്ഷനിലൂടെയാണ് പഠിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. അപ്പോൾ നല്ല ലാംഗ്വേജ് ശരിക്കും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, പല ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ്. ഇതാണ് നമുക്ക് 2 തിയറി പ്രധാനമായും പഠിക്കാനുള്ളത്.